കോതമംഗലം നിയോജകമണ്ഡലത്തിൽ സുപ്രധാന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് LDF പ്രകടന പത്രിക. ചേലാട് സ്റ്റേഡിയം, ആലുവ മൂന്നാർ രാജപാത എന്നിവയുടെ കാര്യത്തിലാണ് LDFന്റെ ഉറപ്പ്. തങ്കളം കാക്കനാട് 4-വരിപ്പാത സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട്. ആലുവ കോതമംഗലം 4-വരിപ്പാത നിർമ്മാണം ത്വരിതപ്പെടുത്തും. കോതമംഗലം മണ്ഡലത്തിനകത്ത് ഏതാണ്ട് 7.5 കിലോമീറ്റർ ദൂരമാണ് ഈ തങ്കളം കാക്കനാട് പാത കടന്നുപോകുന്നത്. മറ്റ് പ്രദേശങ്ങളിൽ അതിനുശേഷം മറ്റ് പല മണ്ഡലങ്ങളും എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരുള്ള മണ്ഡലങ്ങളല്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത് കേരളത്തിന്റെ ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരണം എന്നാണ് കോതമംഗലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 256 കോടി രൂപ ഇപ്പോൾ കിഫ്ബി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഈ പാത പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തും എന്നുള്ളതാണ് പറയാൻ. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേഡിയം വേണം എന്നുള്ള നിർദ്ദേശം വച്ചത് സഖാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. സഖാവ് VSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. അതിന്റെ ഭാഗമായി ആദ്യ ഘട്ടം എന്നുള്ള നിലയിൽ പണം അനുവദിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പാറപൊട്ടിക്കലടക്കമുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വന്നതാണ്. പിന്നീട് ചേലാട് പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1.5 ഏക്കർ സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ടായിരുന്നു. അതിന് AICT മാനദണ്ഡത്തിനകത്ത് ഈ ചേലാട് പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ വരും എന്നുള്ളതുകൊണ്ട് അതിന് ചില തടസ്സങ്ങളുണ്ടായി. പിന്നീട് ചേലാട് പോളിടെക്നിക്കിന്റെ കയ്യിൽ തന്നെ ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിലനിർത്തി കൊണ്ടാണ് ഇപ്പോൾ ഈ സ്റ്റേഡിയം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, സ്റ്റേഡിയം പണിയുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള ഭൂമിയാണെങ്കിൽ പാടം എന്നുള്ള നിലയിൽ കിടക്കുകയായിരുന്നു. പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി മാറ്റിയെടുക്കാം എന്നുള്ള സർക്കാരിന്റെ പുതിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ചേലാട് സ്റ്റേഡിയത്തിന്റെ പണി ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. കേന്ദ്ര ഏജൻസിയായിട്ടുള്ള കിറ്റ്കോ ആയിരുന്നു അത് ഏറ്റെടുത്തിരുന്നത്. അവരത്തരത്തിലുള്ള പണി ചെയ്യാൻ തയ്യാറാവാത്തതുകൊണ്ട് സ്പോർട്സ് കേരളയെ കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കാൻ വേണ്ടി സ്പോർട്സ് കേരളയെ അതിന്റെ പണി ഏൽപ്പിച്ച് ഏതാണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അങ്കമാലി ശബരി റെയിൽപാതയുടെ പൂർത്തീകരണത്തിന് സമ്മർദ്ദം ചെലുത്തും. വിവിധ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ടൂറിസം സർക്യൂട്ട് ആവിഷ്കരിക്കും. ഇടമലയാർ ഹൈഡൽ ടൂറിസം പദ്ധതി നടപ്പാക്കും. നേരിമംഗലം, തട്ടേക്കാട്, ഭൂതത്താൻകെട്ട് പ്രദേശങ്ങളിൽ നദിയോരത്തുകൂടി നടപ്പാത നിർമ്മിക്കും. ഒരു പഞ്ചായത്തിൽ 50 സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ആരംഭിച്ച് തൊഴിൽ ലഭ്യത ഉറപ്പാക്കും. മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് ടൗൺഹാൾ നിർമ്മാണം പൂർത്തീകരിക്കും. ഭൂതത്താൻകെട്ട് മിനി ജലവൈദ്യുത പദ്ധതിയുടെ പൂർത്തീകരണത്തിന് നടപടിയെടുക്കും. ഇഞ്ചത്തൊട്ടി, ബ്ലാവന, ആനക്കയം, മണികണ്ഠൻചാൽ എന്നീ പാലങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്നാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനം. കോതമംഗലത്ത് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. കോതമംഗലത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ആന്റണി ജോൺ നടപ്പാക്കിയിട്ടുണ്ട്. ആരംഭിച്ച പദ്ധതികൾക്ക് തുടർച്ചയുണ്ടാകുന്നതിനും കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരുന്നതിനും ആന്റണി ജോൺ വീണ്ടും വിജയിക്കണം. 2016-ലേതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ഇത്തവണ ആന്റണി ജോണിന്റെ വിജയമെന്ന് പ്രകടന പത്രിക പ്രകാശനത്തിനു ശേഷം നടന്ന വാർത്താസമ്മേളനത്തിൽ നിയോജകമണ്ഡലം സെക്രട്ടറി R. അനിൽകുമാർ പറഞ്ഞു. ഇത്തരത്തിൽ പോരായ്മയുള്ള അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടപ്പാക്കുക എന്നുള്ളത് കൂടി ഇടത് ജനാധിപത്യ മുന്നണിയുടെ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം അടക്കം ഉള്ള കാര്യങ്ങളാണ് ഈ പ്രകടന പത്രികയ്ക്കകത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രകടന പത്രിക സർവാത്മന നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തും. അതിനാവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ ബഹുമാനായിട്ടുള്ള MLA സഖാവ് ആന്റണി തയ്യാറാകും. ഇതുവരെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. കോതമംഗലത്ത് ഏതാണ്ട് 5000 കോടി പരം വരുന്ന രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ട് കോതമംഗലത്ത് നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യമുണ്ട്. കോതമംഗലം സർക്കാർ ആശുപത്രി, കോതമംഗലത്തെ സ്കൂളുകൾ, കോതമംഗലത്തെ റോഡുകൾ, കോതമംഗലത്ത് വേണ്ട തരത്തിലുള്ള പാലങ്ങൾ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള നിർമ്മാണങ്ങളും നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സഖാവ് ആന്റണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വികസനത്തിന്റെ ഒരു തുടർച്ച ഇനിയും കോതമംഗലത്ത് ഉണ്ടാകണമെങ്കിൽ സഖാവ് ആന്റണി തന്നെ വേണം എന്നുള്ളതാണ് കാര്യം. ഞാൻ അതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ചത്, കോതമംഗലം നഗരസഭ, കോതമംഗലം മണ്ഡലത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം സഖാവ് ആന്റണി നടത്തിയപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കിടപിടിക്കാൻ കഴിയുന്ന ഒരു വികസന പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറി S. സതീഷ് പ്രകടന പത്രികയുടെ പ്രകാശനം നടത്തി. R. അനിൽകുമാർ, PT ബെന്നി, ഷാജി മുഹമ്മദ്, AA അൻഷാദ്, KA ജോയി, റോണി മാത്യു, മനോജ് ഗോപി, തോമസ് തോംബ്രയിൽ, ഷാജി പീച്ചക്കര, ആന്റണി പുല്ലൻ, സാജൻ അമ്പാട്ട്, ബേബി പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.